ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് നടക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഡീകെ ശരിക്കും വേണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര പ്രവചിക്കാൻ പറ്റാത്ത ഒരു പൊട്ടിത്തെറി പോലെയാണ് നമുക്കത് തോന്നുക, അല്ലേ? ഊർജ്ജമൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരുന്നു. എന്താ പറയുക, ഒരുതരം അരാജകത്വം നിറഞ്ഞ ഒരു കുഞ്ഞൻ പ്രപഞ്ചം. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കുഞ്ഞൻ പൊട്ടിത്തെറി ശരിക്കും ഒരു തരം അരാജകത്വം മാത്രമാണോ? അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടോ? പ്രപഞ്ചത്തിന്റെ ഈയൊരു തലത്തിൽ എല്ലാം വെറും യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? സത്യം പറഞ്ഞാൽ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാടപ്പുറത്താണ്. ഈ കാണുന്ന അരാജകത്വത്തിന് പിന്നിൽ ശരിക്കും ഭയങ്കര ശക്തമായൊരു ഓർഡറുണ്ട്. ഓരോ റേഡിയോ ആക്റ്റീവ് ഡീകെയും അതെത്ര ചെറുതാണെങ്കിലും ശരി, ഒരിക്കലും ലംഘിക്കാൻ പറ്റാത്ത ചില അടിസ്ഥാന നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് ആ നിയമങ്ങളിലേക്ക് കടക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള നിയമം മാസ് എനർജി കൺസർവേഷനാണ്. ഇതിനെ നമുക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് സൂക്ഷിപ്പ് നിയമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പൈസ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നോക്കുന്നൊരു നിയമം. ഈ നിയമം എന്താ പറയുന്നതെന്നറിയോ? വളരെ സിമ്പിളാണ്. ഊർജ്ജത്തെ നമുക്ക് പുതുതായി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ പറ്റില്ല. അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ മാത്രമേ കഴിയൂ. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത് ഊർജ്ജത്തിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആ പ്രശസ്തമായ ഇക്വേഷൻ ഓർമ്മയില്ലേ? E=mc². അത് തന്നെ സംഭവം. ഒരു ഡീകെ പ്രോസസ്സിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡീകെ നടക്കുന്നതിന് മുമ്പുള്ള ന്യൂക്ലിയസിന്റെ മാസ്, അത് ഡീകെ കഴിഞ്ഞുണ്ടാകുന്ന പുതിയ പാർട്ടിക്കിൾസിന്റെ എല്ലാം കൂടിയുള്ള മൊത്തം മാസിനേക്കാൾ എപ്പോഴും കുറച്ചുകൂടി കൂടുതലായിരിക്കും. എപ്പോഴും. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? ഈ കുറഞ്ഞുപോയ മാസ് എവിടെ പോയി? അത് വെറുതെ അങ്ങ് അപ്രത്യക്ഷമായോ? ഇല്ല, ഒരിക്കലുമില്ല. ആ നഷ്ടപ്പെട്ടു പോയ മാസ് ഉണ്ടല്ലോ, അത് ഊർജ്ജമായിട്ട് മാറിയതാണ്. ആ E=mc² ഇക്വേഷൻ ഓർമ്മയില്ലേ? അതുപ്രകാരം വളരെ ചെറിയൊരു മാസിന് പോലും ഭയങ്കര വലിയ അളവിലുള്ള എനർജിയായിട്ട് മാറാൻ പറ്റും. ഈ എനർജിയാണ് ആ ഡീകെയ്ക്ക് ആവശ്യമായ പവർ കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിസിന്റഗ്രേഷൻ എനർജി അല്ലെങ്കിൽ ക്യൂ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ശാസ്ത്രജ്ഞരെ ഒരുപാട് കാലം തലപുകഞ്ഞാലോചിപ്പിച്ച ഒരു വലിയ രഹസ്യമുണ്ട്. അവസാനം ഈ പ്രശ്നം പരിഹരിച്ചത് ഒരു പ്രേതകണിക അഥവാ ഒരു ഗോസ്റ്റ് പാർട്ടിക്കിളിന്റെ വരവോടെയാണ്. എന്താണെന്നല്ലേ? പറയാം. പ്രശ്നം മുഴുവൻ ബീറ്റ ഡീകെയിലായിരുന്നു. ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം എനർജിയും മൊമെന്റവും ഒക്കെ എങ്ങോട്ടോ അപ്രത്യക്ഷമാകുന്നതുപോലെ. ഫിസിക്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളൊക്കെ തെറ്റാണോ എന്നുവരെ അവർക്ക് സംശയം തോന്നിത്തുടങ്ങി. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നോക്കൂ, നിയമങ്ങളനുസരിച്ച് പുറത്തുവരുന്ന ഇലക്ട്രോണുകൾക്ക് എപ്പോഴും ഒരേ എനർജിയായിരിക്കണം, ഒരു ഫിക്സഡ് വാല്യൂ. പക്ഷേ പരീക്ഷണങ്ങളിൽ കണ്ടതെന്താ? പല എനർജിയുള്ള ഇലക്ട്രോണുകൾ പുറത്തുവരുന്നു. അതുപോലെ മൊമന്റം കൺസേർവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണും ന്യൂക്ലിയസും നേരെ എതിർദിശകളിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ അതും സംഭവിച്ചില്ല. അവ പലതരം ആംഗിളുകളിലാണ് പോയത്. പ്രശ്നം അവിടെയും തീർന്നില്ല കേട്ടോ. സ്പിൻ എന്ന് പറയുന്ന ആംഗുലർ മൊമെന്റത്തിന്റെ കാര്യത്തിലും ഇതേ പ്രശ്നം. അതും കൺസേർവ് ആവുന്നില്ല. ഒരു ന്യൂട്രോൺ വിഘടിച്ച് ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായി മാറുമ്പോൾ സ്പിന്നിന്റെ കണക്ക് ഒട്ടും ശരിയാവുന്നില്ല. തുടക്കത്തിലുള്ളതും അവസാനമുള്ളതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടാണ് ന്യൂട്രിനോ എന്നൊരു പാർട്ടിക്കിളിന്റെ ആശയം മുന്നോട്ട് വരുന്നത്. ഈ കാണാതായ എനർജിയും മൊമന്റവും സ്പിന്നുമെല്ലാം അതെല്ലാം കൂടെ കൊണ്ടുപോകുന്നൊരു പാർട്ടിക്കിൾ. അതിന് ചാർജില്ല, മാസ് തീരെയില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അതിനെ പ്രേതകണിക എന്ന് വിളിച്ചത്. അപ്പൊ നോക്കൂ, ആദ്യത്തെ ഇക്വേഷൻ ശരിക്കും അപൂർണമായിരുന്നു. പക്ഷേ എപ്പോഴാണോ നമ്മൾ ഒരു ആന്റി ന്യൂട്രിനോയെ കൂടി ആ കൂട്ടത്തിലേക്ക് ചേർത്തത്, അപ്പോ ഇക്വേഷൻ പെർഫെക്റ്റായി. എനർജി, മൊമെന്റം, സ്പിൻ എല്ലാം കൃത്യമായ ബാലൻസ്ഡായി. ഫിസിക്സിന്റെ നിയമങ്ങൾ വീണ്ടും ശരിയാണെന്ന് തെളിഞ്ഞു. ആ വലിയ പ്രശ്നം അതോടെ സോൾവായി. ഈ ന്യൂട്രിനോയുടെ കണ്ടെത്തൽ ശരിക്കും മറ്റു ചില അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തന്നു. പാർട്ടിക്കിൾ റിയാക്ഷൻസിനെ നിയന്ത്രിക്കുന്ന വേറെയും ചില പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് നിയമങ്ങൾ കൂടിയുണ്ട്. നമുക്കതുകൂടി നോക്കാം. ഇതിലെ ആദ്യത്തെ നിയമം വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് ചാർജ് എപ്പോഴും കൺസേർവ് ചെയ്യപ്പെടും. അതായത് തുടക്കത്തിൽ എത്ര ചാർജുണ്ടോ അത് തന്നെയായിരിക്കും അവസാനവും. ബീറ്റ ഡീകെയുടെ കാര്യം തന്നെ എടുക്കാം. ചാർജ് ഇല്ലാത്ത ന്യൂട്രോണിന് 0 ചാർജ്. അത് മാറുമ്പോൾ ഒരു പോസിറ്റീവ് പ്രോട്ടോൺ +1, ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ -1, പിന്നെ ചാർജ് ഇല്ലാത്ത ആന്റി ന്യൂട്രിനോ 0 എന്നിവ ഉണ്ടാകുന്നു. +1ഉം -1ഉം ചേർന്നാൽ 0. അപ്പോൾ തുടക്കത്തിലും 0, അവസാനവും 0. കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് പാർട്ടിക്കിൾസിന്റെ ഫാമിലി നെയിംസ് പോലെയുള്ള 2 പുതിയ ആശയങ്ങൾ പരിചയപ്പെടാം. ബാരിയോൺ നമ്പറും ലെപ്റ്റോൺ നമ്പറും.
പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ള ഹെവി വെയ്റ്റ് പാർട്ടിക്കിൾസ് ബാരിയോൺ കുടുംബത്തിൽ വരും. അവയുടെ നമ്പർ +1 ആണ്. ഇലക്ട്രോൺ, ന്യൂട്രിനോ പോലെയുള്ള ലൈറ്റ് വെയ്റ്റ് പാർട്ടിക്കിൾസാണ് ലെപ്റ്റോൺ കുടുംബം. അവയുടെ നമ്പർ +1. പിന്നെ ഇവയുടെയെല്ലാം ആൻറ്റി പാർട്ടിക്കിൾസിന് -1 എന്ന നമ്പറും കിട്ടും. നമുക്ക് വീണ്ടും ബീറ്റാ ഡീക്കേയുടെ ഉദാഹരണമെടുത്ത് ഈ കണക്കൊന്ന് നോക്കാം. ബാരിയോൺ നമ്പറിന്റെ കാര്യം നോക്കൂ. തുടക്കത്തിൽ ഒരു ന്യൂട്രോൺ +1, അവസാനം ഒരു പ്രോട്ടോൺ +1. അപ്പോൾ 1 എന്നത് 1 ആയി തന്നെ നിൽക്കുന്നു, കൺസേർവ്ഡ്. ഇനി ലെപ്റ്റോൺ നമ്പർ തുടക്കത്തിൽ 0, അവസാനം ഒരു ഇലക്ട്രോൺ +1ഉം ഒരു ആൻറ്റി ന്യൂട്രിനോ -1ഉം. രണ്ടും കൂടെ ചേരുമ്പോൾ വീണ്ടും 0, അതും കൺസേർവ്ഡ്. കണ്ടില്ലേ, കണക്കുകളെല്ലാം വീണ്ടും കൃത്യമായി. ഈ ബാരിയോൺ നമ്പർ കൺസർവേഷൻ വെറുമൊരു കണക്കല്ല, ഇത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളും ഞാനും ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ നിയമമാണ്. കാരണം ഈ നിയമമുള്ളതുകൊണ്ട് മാത്രമാണ് പ്രോട്ടോണുകൾക്ക് തോന്നിയ പോലെ അങ്ങ് ഡീക്കേ ചെയ്ത് ഇല്ലാതാവാൻ പറ്റാത്തത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ ഇത്ര കാര്യമായി സംസാരിക്കുന്നത്? ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. പക്ഷേ ഇവയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടനയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു ഡീക്കേയെ നിയന്ത്രിക്കുന്ന 5 ലംഘിക്കാനാവാത്ത നിയമങ്ങൾ ഒന്നുകൂടി ഓർക്കാം. 1 മാസ് എനർജി, 2 ലീനിയർ മൊമെന്റം, 3 ആംഗുലാർ മൊമെന്റം അഥവാ സ്പിൻ, 4 ഇലക്ട്രിക് ചാർജ്, പിന്നെ 5-മതായി ബാരിയോൺ ലെപ്റ്റോൺ നമ്പറുകൾ. ഈ നിയമങ്ങളുണ്ടല്ലോ, ഇവയാണ് ആ സബ് അറ്റോമിക് ലോകത്തിലെ അരാജകത്വം എന്ന് നമുക്ക് തോന്നുന്നതിനെ പ്രവചിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഫിസിക്സാക്കി മാറ്റുന്നത്. പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു ലോജിക്, ഒരു ഓർഡറൊക്കെ ഉണ്ടെന്ന് ഇവ നമ്മളെ കാണിച്ചു തരുന്നു. ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇതുപോലെ ഇനിയും നമ്മൾ കണ്ടെത്താനായി കാത്തിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫിസിക്സിന്റെ അടുത്ത വലിയ രഹസ്യം എവിടെയായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്?